കണ്ടില്ലേ, ഇതാണ് റോഡ്. പഞ്ചാര കുഞ്ചു വന്നു, പേര് വന്നു. പഞ്ചാര കുഞ്ചുള്ള കഞ്ചാവ് കുഞ്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മളെടുത്ത് ഫുഡ് ഐസ്റ്റിക്ക് വരുന്നത് 50 രൂപയാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഡെയിലി വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ കാണിക്കണേ, ബീയിങ് എ ലൈഫിൻ്റെ DJ ആണ് കാണിക്കുന്നത്. ഒരു DJയുടെ ജീവിതം എങ്ങനെയാണ് എന്നായിരിക്കും ഈ ഒരു വ്ലോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ സമയം 6 മണി. നമുക്ക് പരിപാടിയുണ്ട്. ആക്ച്വലി 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് നേരെ കൊച്ചി, നാളെ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്, തിരിച്ച് കോഴിക്കോട് നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഉറക്കമില്ലാതെ ട്രിവാൻഡ്രത്തോട്ടായിരിക്കും വരുന്നത്. ട്രിവാൻഡ്രത്തോണ്ട് ഇവിടെ ഒരു പരിപാടിയുണ്ട്. സോ അപ്പം ഓക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി. ഇനിയൊരു 170, 150 കിലോമീറ്റർ ഉണ്ട് കൊച്ചിയിലോട്ട്. നമ്മൾ നിർത്തിയത് ആര്യാസിലാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. രാവിലെ 6 മണിക്കുണ്ടല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. പിന്നെ യാത്ര കണ്ടു ചെയ്യണം. യെസ് ഗൈസ്, അപ്പം നമ്മളങ്ങനെ പൂരി, ഇഡലി, ഞാൻ പൂരിയും മേടിച്ച് അപ്പോൾ കഴിക്കണം. കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് കൊച്ചിയിലോട്ട്. ഇനി വേറെ സ്റ്റോപ്പില്ല, നേരെ കൊച്ചിയിലോട്ട് പോകുന്ന പ്ലാൻ. നേരത്തെ ഇപ്പോഴൊക്കെ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം പരിപാടിക്ക് കയറിയാച്ചല്ലോ. നല്ല പൊടി, സോഫ്റ്റ്വെയറുള്ള പൊടി. അശ്വശില്ല, ആരോഗ്യമല്ല, നോർമൽ പൊടിയാണ്. സോറി, അരിയത്തല്ലോ. സോഫ്റ്റാണ്. കഴിച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഈ ഒരു സാധനം മേടിച്ച് ചില്ലിക്കുക. പുതിയ സാധനമാണ് കണ്ടപ്പം ടേസ്റ്റ് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ കൊച്ചിയിലോട്ട്. ഫുഡ് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പൂരിയൊക്കെ സോഫ്റ്റ് ആയിരുന്നു, ഓക്കെയാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മളിങ്ങനെ എത്തി. ഏകദേശം പകുതി വഴി എത്തി. നമ്മൾ ആക്ച്വലി പോകുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് പിടിച്ച റൂട്ട് റാന്നി, കോന്നി വഴി പോകുന്ന റൂട്ട്, പത്തനംതിട്ട അതുവഴി പോകുന്ന റൂട്ടാണ് പിടിച്ചത്. കാരണം മറ്റേ MC റോഡ് വഴി പോകുമ്പോഴത്തേക്കും ബ്ലോക്കാണ്, ട്രാഫിക് കിട്ടും. അതുകൊണ്ട് നമ്മളിപ്പം റാന്നി, കോന്നി വഴി പോകുന്ന റൂട്ടാണ് പിടിച്ചേക്കുന്നത്. ഈ റൂട്ട് പിന്നെ കാണാനും ഭംഗിയാണ്, പീസ്ഫുള്ളായിട്ടൊരു വൈബ് അടിച്ചങ്ങ് പോകാൻ പറ്റും. ആ ഒരു മൂഡാണ്. റേഞ്ച് കുറവാണ്, ചില സ്ഥലത്ത് കയറും റേഞ്ചേ കാണത്തില്ല, ഫുള്ള് കട്ടാവും. പക്ഷേ നല്ല വേണ്ടല്ലേ. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. ഈ വൈബിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകാം. നല്ല രസമാണ്. അങ്ങറ്റം വരെ ഒരു മൂഡ് കിട്ടും. ഞങ്ങള് രാവിലെ കൊച്ചി പോകുമ്പോൾ ഈ റൂട്ട് തന്നെ പ്രിഫർ ചെയ്യാറ്. രാത്രി വരുമ്പോഴത്തേക്കും MC റോഡ് വരും. കാരണം ആ റോഡാകുമ്പോഴത്തേക്കും അധികം രാത്രി ആകുമ്പോൾ ട്രാഫിക് ഇല്ല. ലോറികളുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ട്രാഫിക് ഒന്നും കാണത്തില്ല. ചവിട്ടി കുറച്ച് സ്പീഡിൽ വന്നാലും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. രാത്രി റോഡ് വരുന്നത് ഒന്ന് വളവായതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് റിസ്ക് കൂടുതലാണ്. പിന്നെ ഇതിനെക്കാട്ടി ടൈം കൺസ്യൂമിങ് രാത്രി ആ റോഡ് MC റോഡ് തന്നെ ആയിരിക്കും. ഇത് നല്ല വളമാണ്. രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പൊ ഇതുവഴി വരുമ്പോൾ നമുക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്. പകല് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ കുഴപ്പമില്ല. പകല് നല്ല രസമാണ്, വലിയ വണ്ടികളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. പിന്നെ കടകളും വളരെ കുറവാണ്. അപ്പൊ ഫുഡൊക്കെ കഴിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കോന്നി റാന്നി കയറുന്നതിന് മുന്നേ കഴിച്ചിട്ട് വരുന്നതാണ് ബെറ്റർ. ഇതിപ്പോ റാന്നിയാണ്, റാന്നി ഗ്രാമപഞ്ചായത്താണ്. പക്ഷെ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരത്തെ കഴിച്ചില്ല, അതുപോലെ അവിടെ എവിടെന്നെങ്കിലും കഴിച്ചിട്ട് ഈ റൂട്ട് കയറാം. ഇനി ഈ റൂട്ട് ഫുൾ ഇറങ്ങിയ ശേഷം നല്ല കടകൾ ഉണ്ടാവുള്ളൂ. കടകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വലിയ കടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ട് കഴിഞ്ഞിട്ടേ ഇനി ഉണ്ടാവുള്ളൂ. നോർമലി ഡെയിലി പോകുന്നത് കൊണ്ട് നമുക്ക് ഈ റൂട്ടുകളൊക്കെ ഭയങ്കര ഫെമിലിയർ ആണ്. അല്ലാതെ വല്ലപ്പോഴും ഒക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഇതാണ് റോഡ്. അപ്പോൾ ഈ റോഡ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ഈ റാന്നി, കോന്നി രാവിലെ മോർണിംഗ് ടൈമൊക്കെ ആകുമ്പോൾ ഈ റാന്നി, കോന്നി ഈ റൂട്ട് പിടിക്കുന്നത്. ഇതേപോലെ ഭംഗിയുള്ള 2 സൈഡും മരങ്ങളായിട്ട് ഉള്ള റോഡ് കിട്ടും.
ഇത് കാണുമ്പോൾ തന്നെ നല്ല പീസ്ഫുള്ളാണ്, കണ്ണിന് നല്ല ആശ്വാസമാണ്. പീസ്ഫുള്ളായിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു വൈബാണ് ഇവിടെ കാണുമ്പോൾ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഐസ്ക്രീം ഷോപ്സ് ഒക്കെ ഉണ്ട്, ഇതേപോലെ ഇടയ്ക്കിടെ നിർത്തിയിട്ടേക്കും. അവിടെ നിന്നാണ് ഐസ്ക്രീം കുടിക്കാൻ, നല്ല രസമാണ്. യെസ് ഗൈസ്, അങ്ങനെ നമ്മളൊരു ഫ്രഷ് അപ്പ് ആവേണ്ട ഒരു പമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാഷ്റൂമിൽ പോകാനും ഫ്രഷ് ഒക്കെ ആവാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തി. പിറ്റേ റോഡ് ചെല്ലേ, നമുക്ക് 2 മണിക്കൂറും കൂടെ ഉള്ളൂ. പിന്നെ അവിടെ പരിപാടിയും പറഞ്ഞില്ലല്ലോ. ഇന്ന് നമുക്ക് ഓർബിലാണ് പരിപാടി. നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഇല്ലേ, തൃപ്പൂണിത്തുറയുള്ള ഹിൽ പാലസ് ഹോട്ടലിലാണ് ഇന്ന് പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നവിടെ സ്റ്റേ ആയിരിക്കും. ഇപ്പം ഇന്നിന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ സ്റ്റേ ആയിരിക്കും. നാളെ മോർണിംഗ് എണീക്കും. നാളെ മോർണിംഗ് എണീറ്റിട്ട് ഇവിടെ നേരെ കോഴിക്കോട് പോകണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഒരു 2 മണിക്കൂറും കൂടി, ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഏകദേശം നമ്മളവിടെ എത്തും. നമ്മൾ ഓർബിളിൽ ചെക്ക് ഇൻ ചെയ്യും. എന്തായാലും അവിടെ പോയിട്ട് ഞാൻ കാണിച്ചത്. ഓക്കെ, ഒരു 2 മണിക്കൂറും കൂടെ നേരെ ഓടിച്ചു പോകുന്നു. ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഏറ്റവും അനുഗ്രഹം പമ്പുകളാണ് ഗൈസ്. പമ്പ് എന്ന് പറയുമ്പം നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ഇൻ കേരള. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഷ്റൂമിൽ പോകാനോ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് നേരം വണ്ടി ഒന്ന് ഒതുക്കി ഇട്ടിട്ട് ഒന്ന് കിടക്കണമെന്ന് വെച്ചാൽ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് സത്യം പറഞ്ഞാൽ പമ്പുകളാണ്. പമ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം ഇറങ്ങി ഇങ്ങനെ 3 ദിവസം 4 ദിവസത്തെ ലോങ് സ്ട്രെച്ച് ട്രാവൽ ചെയ്യുന്നതിന് നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാത്തത്. കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. പുറത്തോട്ട് ട്രാവൽ ചെയ്യുമ്പം ചിലപ്പം നമ്മുടെ ഇവിടുത്തെ പമ്പുകൾ പോലെ അല്ല, ബാത്റൂമൊന്നും അത്ര വൃത്തി ഉണ്ടാവണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ ലോക്ക്ഡ് ആയിരിക്കും, ചിലയിടത്ത് ഉണ്ടാവും, നോർമലി പമ്പുകളൊക്കെ ഉണ്ടാവും. അവിടേക്ക് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബട്ട് കേരളത്തിൽ ത്രൂ ഔട്ട് അറൗണ്ട് കേരള ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യം മിക്ക പമ്പുകളിലും ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് വെച്ചാലോ ഈ പമ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരിടത്തും അങ്ങനെ ഇതുവരെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പം നമ്മളിപ്പോൾ ഒരു കൊച്ചി വരെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ട്രാവൽ വരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പെട്ടുപോകും. അത്രയും സമയം ബാത്റൂമിലൊന്നും പോകാതിരിക്കുക. പിന്നെ നമുക്ക് ഇപ്പം ഫുഡ് കഴിക്കാൻ കയറുന്നിടത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് ബാത്റൂം പോലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണമെന്നില്ല. വലിയ ഹോട്ടലുകളിൽ കയറിയാലും നമുക്ക് ഫുഡ് കഴിക്കാൻ കയറിയാൽ മാത്രമേ ബാത്റൂംസ് ഉണ്ടാവുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പോൾ മിക്ക പമ്പുകളിലും അത്യാവശ്യം നല്ല പമ്പുകളിലൊക്കെ HP-ൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല പമ്പുകളിലൊക്കെ കുടിക്കാനുള്ള വെള്ളം എടുക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് മിനറൽ വാട്ടേഴ്സ് നമുക്ക് വെള്ളം നമുക്ക് അവിടെ നിന്ന് ഫില്ല് ചെയ്യാം. തണുത്ത വെള്ളം നമുക്ക് അവിടെ നിന്ന് ഫില്ല് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ അത് ഇപ്പം ആരാണോ അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നാലും ശരിയാണ്. ഇറ്റ് വാസ് സോ ഗുഡ്. സോ ട്രാവൽ ചെയ്യുന്നവർക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമുണ്ട് പമ്പ്. കണ്ടോ ഗൈസ്, അതൊരു ആക്രിക്കടയാണ്. എന്ത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ. വലിയ സ്പേസ് ആണ് അത്. അതൊരു ആക്രിക്കടയാണ്. നമ്മൾക്ക് വഴി തിരിയുന്നതിന്റെ അവിടെ കണ്ടതാണ്. എന്ത് അടിപൊളി ആക്രിക്കടയെന്ന് കണ്ട. അപ്പോൾ നമ്മൾ കൊച്ചി എത്താറായി. ഇനി വെറും 10 മിനിറ്റ് അടുപ്പിച്ചേ ഉള്ളൂ. കൊച്ചി എത്തി. ആക്ച്വലി ഇനിയിപ്പം ഓർബിലോട്ടൊരു 10 മിനിറ്റ് അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കട കണ്ടായിരുന്നു. കുറച്ച് വാഷിംഗ് പൗഡർ, ഡിറ്റർജൻറ്റ്, കാർ വാഷൊക്കെ കുറച്ച് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന കടയിൽ. അപ്പം അങ്ങോട്ട് പോയി ജസ്റ്റ് നോക്കാം. കാർ വാഷൊക്കെ മേടിക്കുന്നതായിരുന്നു. അപ്പോൾ നോക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് നോക്കാം. നമ്മൾ വെളിയിൽ കണ്ടത്ര റേറ്റ് കുറവില്ല, എന്നാലും കുഴപ്പമില്ല. 5 എടുക്കുമ്പോൾ 25. ഇവരെ തന്നെ കമ്പനിയാണ്, ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇവർ തന്നെ വിൽക്കുന്ന ടൈപ്പാണ്. എല്ലാം ഈ ഒരു കമ്പനി തന്നെയാണ്. നൈസ് ഷീൽഡ് ലണ്ടൻ. വെളിയിൽ കണ്ടത്ര റേറ്റ് കുറവൊന്നുമില്ല. അത് തെറിയപ്പോൾ എല്ലാം എനിക്കൊരു നോർമൽ റേറ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ കൊള്ളാം, കുഴപ്പമില്ല. ഇവർ തന്നെ കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്ത് ഇവർ തന്നെ വിൽക്കുന്നതാണ്. ഗൈസ് വെറുതെ 150 രൂപ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 418 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി കൊള്ളാം. ബൾക്കായിട്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം 5 ബോട്ടിലൊക്കെ മേടിക്കുമ്പോഴത്തേനും 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ മേടിക്കുമ്പോഴത്തേനും ഒരെണ്ണത്തിന് 115 രൂപ ഉള്ളൂ. പിന്നെ നമുക്ക് അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. നമ്മൾ കാർ വാഷ് മേടിച്ചായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് കാർ വാഷ് ചെയ്യുമ്പോഴത്തേനും ഞാൻ മറ്റേ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. സോ ഇത് എങ്ങനെ ആയിരിക്കും പ്രോഡക്റ്റ് ഒന്നും അറിയില്ല, എന്തായാലും ജസ്റ്റ് മേടിച്ചതാണ്. പിന്നെ അതുപോലെ ബാത്റൂം ക്ലീനർ, ഇത് 2 എണ്ണം മേടിക്കുമ്പോഴത്തേനും 168 രൂപ 9 രൂപ എങ്ങാണ്ട് ആവുന്നുള്ളൂ. ഒരെണ്ണം മേടിക്കുമ്പോൾ 95 രൂപയാണ്. സോ അതുകൊണ്ട് പിന്നെ 2 എണ്ണം മേടിച്ചു. വീട്ടിൽ 2 ബാത്റൂം ഉണ്ട്, അപ്പോൾ 2 സൈഡിലും വയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു പുൽത്തൈലത്തിൻ്റെ ഒരു സംഭവം,
ആക്ച്വലി കുറേ സംഭവങ്ങളുണ്ട്, ഒരുപാട് എല്ലാം ഉണ്ട്. നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു 5 എണ്ണം മേടിക്കുമ്പോഴത്തേനും നമുക്ക് റേറ്റ് കുറഞ്ഞിരിക്കും. നമുക്ക് ബൾക്കായിട്ടൊക്കെ മേടിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണ്. ഇത് മാനുഫാക്ചറിങ്ങും ഇവിടെ അവരുടെ ഫാക്ടറിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിൻ്റെ പേര് എൻഷീൽഡ് ലണ്ടൻ എന്നാണ് അതിൻ്റെ പേര് വെച്ചേക്കുന്നത്. ഞാനും ഈ കമ്പനി ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പം മൊത്തത്തിൽ നമ്മൾ മേടിച്ചപ്പോഴത്തേനും 418 രൂപയായിട്ടുള്ളൂ. ഇപ്പം കാർ വാഷിൻ്റെത് 189 രൂപയായി. അതുപോലെ നമ്മുടെ പുൽത്തൈലം 90 രൂപയായി. അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ ഒരെണ്ണത്തിന് 84 രൂപ വെച്ച് ഇട്ടിട്ടുള്ളൂ. ഒരെണ്ണം മാത്രം മേടിക്കുകയാണെങ്കിൽ 95 രൂപയാണ് വരുന്നത്. കൊള്ളാം, എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് പ്രോഡക്റ്റ് എന്നുള്ളത് അറിയാം. ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. ആക്ച്വലി കൊച്ചിയിൽ ഹിൽ പാലസ് ഉണ്ടല്ലോ, ഹിൽ പാലസിന്റെ തൊട്ടടുത്തിട്ടാണ്. ഇതിന്റെ അടുത്തൊരു കടയും ഉണ്ട്. പക്ഷെ കണ്ടപ്പോൾ ഒരു 150 എന്നൊക്കെ ബോർഡ് കണ്ടിട്ടാണ് കയറിയത്. സാധനങ്ങളൊക്കെ അത്യാവശ്യമാണ്, യൂസ് ചെയ്ത് നോക്കിയില്ല. ലൊക്കേഷൻ പറയാത്തത് കൊണ്ടാട്ടോ. ഹിൽ പാലസ് ആണ് നമ്മുടെ കൊച്ചിയിൽ വരുമ്പോഴത്തേനും തൃപ്പൂണിത്തുറയിലോട്ട് പോകുന്ന നമ്മുടെ സൈഡിൽ ഹിൽ പാലസ് ഉണ്ടല്ലോ, ഹിൽ പാലസിന്റെ തൊട്ടടുത്ത്. നമ്മൾ ഹോട്ടലെത്തും മുന്നേ ഫുഡ് മേടിച്ചുകൊണ്ട് പോകുന്ന അപ്പം ഞങ്ങൾ മന്തി മേടിക്കാൻ കയറിയായിരുന്നു. ഞങ്ങൾ കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മന്തിയും ഡൂവും മേടിച്ച് നേരെ കഴിഞ്ഞ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയാതില്ലോ. ഉറങ്ങിയിട്ട് പരിപാടി സമയമാകുമ്പം എണീറ്റാതിയല്ലോ. പാർക്കിങ്ങിൽ കയറണം. റൂം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. നോർമലി ഇവിടെ വീക്കെൻഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയ തന്നെയാണ്. അത്യാവശ്യം നല്ല ഹോട്ടലാണ് ഇവിടുത്തെ, അതുകൊണ്ട് നല്ല തിരക്കുമുണ്ട്. ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് റിസപ്ഷനിൽ പോയിട്ട് റൂം എടുക്കണം. റൂം എടുത്തിട്ട് വേണം തിരിച്ച് വന്നിട്ട് ലഗേജൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇന്നിവിടെ എന്തോ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. ഹോട്ടൽ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? ഇവിടെ ഫുള്ളും ചെടികളാണ്, ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ചെടികളാണ്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറും എല്ലാം നല്ല രസമാണ്. ഇതിൻ്റെ പേര് ഹിൽ പാലസ് എന്നാണ്. നമ്മുടെ ഹിൽ പാലസുമായിട്ട് കണക്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അറിയില്ല. ഹോട്ടലിൻ്റെ പേര് ഹിൽ പാലസ് റിസോർട്ട് ആൻഡ് സ്പാ എന്നാണ്. അതിൻ്റെ നമ്മുടെ റിസപ്ഷൻ ഏരിയയും ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഫുള്ള് ചെടികളാണ്, നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്ത് ഇനിയിപ്പോൾ സാധനം എടുത്തിട്ട് മേളിൽ കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ റൂം ടൂർ വരാം. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഇപ്പം നമ്മൾ ആക്ച്വലി ഇയർലി അല്ലേ, 12 മണിയായിട്ടുള്ളൂ. ഇവിടെ 1 മണിക്കാണെന്ന് തോന്നുന്നു റൂം കൊടുക്കുന്നത്. അപ്പോഴേക്കും ജസ്റ്റ് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം ഞാൻ റൂം ടൂർ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഇൻറ്റീരിയർ. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയറാണ്. ഇതാണ് റിസപ്ഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കീ കിട്ടുമ്പോൾ റൂം ടൂർ വരാം. കാര്യം ഞാൻ കാണിച്ചു തരാം. പെണ്ണുങ്ങളെ പറ്റിക്കാൻ വേണ്ടി AI വെച്ച് ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ വിശ്വസിക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ വിശ്വസിക്കരുത് കേട്ടാ. ഇതൊക്കെ കാണിക്കുന്നതെന്ന് കണ്ട, ഇതൊക്കെ കണ്ട പെണ്ണുങ്ങൾ ഇങ്ങനെ വീഴണം. ഇത് കണ്ട ഗൈസ് നിൽക്കുന്നത് കണ്ട പരിപാടി ഗൈസ്. അങ്ങനെ 10-20 മിനിറ്റ് കഴിഞ്ഞ് റൂം കിട്ടിയിട്ടുണ്ട്. 10-20 മിനിറ്റ് ഡിലേ വന്നിട്ടുണ്ട്. ആ റൂം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് റൂം കിട്ടിയിട്ടുണ്ട്. റൂമിൽ പോവാം. ലാസ്റ്റ് റൂമാണെന്ന് തോന്നുന്നു. 5-6 അപ്പുറത്ത്. ഫോട്ടോ ഇവിടെ വരുന്ന ആൾക്കാരെ മയക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുന്ന ഫോട്ടോ. ഇവിടെ യെസ് ഗൈസ്, അങ്ങനെ അറ്റ് ലാസ്റ്റ് റൂം എത്തി. 6 മണിക്കൂർ യാത്ര. ഏകദേശം വീട്ടിൽ നിന്ന് 6 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് 6 മണിക്കാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 1 മണിയായി. ഏകദേശം 6 മണിക്കൂർ യാത്രയും ബാക്കി എല്ലാം കൂടെ 7 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് റൂം കാണിച്ചു തരാം. വന്നോ. ഇതാണ് ഗൈസ് റൂം. ഇതാണ് ബെഡ് സ്പേസ്. ടേബിളുണ്ട്, ബെഡ് സ്പേസ്. അത്യാവശ്യം നീറ്റ് റൂം തന്നെയാണ്. ഓർബൻ്റെ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ സ്റ്റേ അടിച്ചിട്ടുള്ള റൂം തന്നെയാണ്. ഇതാണ് ഗൈസ് വാഷ്റൂം. അത്യാവശ്യം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയാണ് അവർ വയ്ക്കുന്നത്. ഇതാണ് വാഷ്റൂം. ബാത്ത് ഉണ്ട്, ക്ലോസറ്റ് ഉണ്ട്, പിന്നെ ഷെൽഫുണ്ട്. ഷെൽഫിനകത്ത് ലോക്കർ കാണണം. ഇല്ല, ഇവിടെ ലോക്കറില്ല. നമ്മളുണ്ടാവും.
കുഴപ്പമില്ല. ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും ഇതിനകത്ത്. പിന്നെ ഇതാണ്. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഫുഡ് കഴിക്കണം. നീ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് മേടിച്ചിട്ടുണ്ട്. മന്തിയാണ് മേടിച്ചേക്കുന്നത്. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഒരു കിടന്ന് ഉറങ്ങണം. രാവിലെ ഉണ്ടല്ലോ കിടന്ന് ഉറങ്ങി എണീറ്റ് ഫ്രഷ് ആയിട്ട് വേണം അടുത്ത വൈകുന്നേരം പരിപാടിക്ക് പോകാൻ. വൈകുന്നേരം പരിപാടി കയറി ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ബൈക്ക് കാണാം. ഓക്കെ. ഇവിടെ നോർമലി റൂം എടുക്കുകയാണെങ്കിൽ 3000 4000 ഒക്കെ. ഇപ്പോൾ ഓൺലൈനിൽ 3000 കാണിക്കുന്നുണ്ട്. 3000 4000 ഒക്കെയാണ് ഇവിടെ റൂമിന് റേറ്റ് വരുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ല നല്ല സ്പോട്ടാണ്. അതുപോലെ തന്നെ നല്ല റൂംസും സർവീസും നല്ല സർവീസാണ്. അതുകൊണ്ടാണ് റേറ്റ് അത്രയും വരുന്നത്. അപ്പം നമുക്ക് ഉറക്കെ എണീച്ചിട്ട് പരിപാടിക്ക് ഒരുങ്ങുമ്പോൾ നമുക്ക് കാണാം. എന്ത് പറയണം? ഓക്കെ. ഇത് കയറി 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഇതാണ് ലഗേജ്. പിന്നെ ഇതൊക്കെ കൊണ്ടുവച്ച സാധനങ്ങൾ കണ്ടോ. വന്നിട്ട് 10 മിനിറ്റ് ആയപ്പോൾ ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ അവസ്ഥ. കണ്ടില്ലേ? ഇനി നൈറ്റ് ആകുമ്പോഴത്തേനും മേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരന്ന് കിടക്കും. അപ്പോൾ പിന്നെ പറയണ്ട. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മളെടുത്ത് ഫുഡ് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ. ഫുഡ് കഴിക്കാൻ എടുത്തു. അപ്പം ഇവിടെ ഹിൽ പാലസിൻ്റെ അടുത്തുള്ളൊരു കട തന്നെയാണ് വാങ്ങിച്ചത് മന്തി. കട കണ്ടിട്ട് കുറച്ച് ഫേമസ് ആണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. ഫുഡ് കഴിക്കാൻ എടുത്ത്. ഓക്കെ. മന്തി നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വെച്ച് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് മന്തി? കൊള്ളാം. അവിടെ നമ്മൾ മുന്നേ കഴിച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന്. പക്ഷെ അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട്. നോർമൽ നമുക്ക് കിട്ടുന്ന റേറ്റൊന്നും അല്ല ഇത്. ഒരു ക്വാർട്ടർ നോർമൽ മന്തിയും ഒരു മൗണ്ടൻ ഡ്യൂവും കൂടെ 260 രൂപയായി. 220 രൂപയാണ് ക്വാർട്ടർ മന്തി, നോർമൽ മന്തി. അൽഫം മന്തിക്ക് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. ഷവായി മന്തിക്കും കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നോർമലി ഫുഡ് കഴിക്കുന്നതിനേക്കാൾ നമ്മൾ വരുമ്പോൾ നോർമലി ബിരിയാണി എന്തെങ്കിലും കഴിച്ചിട്ട് വരും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. നൈറ്റ് ഇവിടെ നിന്നല്ലേ കഴിക്കുന്നത്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വരും. അതാണ് ബെറ്റർ. കാരണം ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഊണും അങ്ങനെയുള്ളത് ഉണ്ടാവുള്ളൂ. മന്തി ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ കുറവായിരിക്കും. അത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് വരണം. എന്തായാലും കൊള്ളാം, മന്തി കൊള്ളാം. ഗൈസ്, ഇതാണ് ഗൈസ് ഇവിടുത്തെ പൂള്. നല്ല മഴയുണ്ട്. ഞങ്ങൾ ഇറങ്ങണോ വേണ്ടേ എന്ന് പറഞ്ഞൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ് ഇങ്ങനെ. ഇതാണ് ഇവിടുത്തെ പൂള്. എല്ലാ റൂമിൽ നോക്കിയാലും ഇവിടെ പൂളിൽ കുളിക്കുന്ന കാണാൻ പറ്റും. ഞങ്ങളിങ്ങനെ ഇറങ്ങണോ വേണ്ടേ മഴയുണ്ടേ. അപ്പം മഴയത്ത് ഇറങ്ങണം തന്നെ വൈബാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഡബിൾ മൈൻഡ് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മൾ പരിപാടിക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓക്കെ. നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഏകദേശം ഒരു 9 മണിയായി. ഇപ്പോൾ സമയം 8:30 നമ്മൾ 9 മണിയാകുമ്പോൾ നമ്മൾ കയറും. എന്നിട്ട് ലാസ്റ്റ് ചെയ്യാം. അങ്ങനെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടി അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇറങ്ങി വന്ന് ഫുഡ് കഴിക്കണ്ടേ. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് വരുന്ന വഴിക്ക് കുണ്ടന്നൂർ ഒരു ചെറിയ ഫുഡ് സ്ട്രീറ്റ് പോലെ കുറേ കടകളൊക്കെ ആയിട്ട് ഒരു കടയിലോട് ചെറിയ ഫുഡ് സ്ട്രീറ്റ് പോലെ ഒരു കടയിൽ കയറി. ഞാൻ കാണിച്ചത് പക്ഷേ ഇത് ലബാനാണ് ഗൈസ്. ഞങ്ങളൊരു ലബാനും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓർഡർ ഇതാണ് സ്പോട്ട്. ഒരു ചെറിയൊരു ഫുഡ് സ്ട്രീറ്റ് പോലെ കുറച്ച് കടകൾ, ഒരു 4-5 കടകളായിട്ട് ഒരു ചെറിയൊരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ലോറഡി കയറി ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലബാനിലോട്ട് പോയി ഒരു ഡെസേർട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഓർഡർ ചെയ്യണം. മിൽക്ക് ഫുൾ മിൽക്കാണ്. ആ മിൽക്കാണ് കസ്റ്റഡ് എന്ന് പറയുന്നത്. ആ മിൽക്ക് പുഡിങ് ബേസ് മിൽക്കാണത്. കുനാഫെ दोनों इसमें मिल्क क्रीम कुनाफा और टॉफी. मिल्क क्रीम बकलावा टॉफी. मिल्क क्रीम बकलावा. श्रीलंका ये क्या है? मिल्क क्रीम कुनाफा और टॉफी.
मिल्क क्रीम कुनाफा टॉपिंग पिस्ता न्यूटेला क्रीम है सलंगीता हाँ पिस्ता न्यूटेला जी पे ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഈ സലങ്കീത്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ന്യൂട്ടല്ല പ്ലസ് പിസ്തയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ലാക്ടോസ് ടോളറൻസ് ഉണ്ട്, മിൽക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഇപ്പം എങ്ങനെയാണ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ ഗൈസ്. അപ്പം നമുക്ക് ലബാനിൽ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. ഇത് കഴിച്ച് നോക്കിയിട്ട് ഇനി എങ്ങനെയുണ്ടെന്ന് പറയണം കേടാ. പാലുണ്ട് ഇതില് ടേസ്റ്റ് നോക്കാം. അത് പാല് ലാക്ടോസ് ടോളറൻസ് ആണ്. എന്താണ് ടേസ്റ്റ്? ഫ്രൈഡ് ഗുണാഫയാണ് അതല്ലോ. ഗുണാഫയ്ക്ക് അടിയിൽ ഒരു മിൽക്കിൻ്റെ ഒരു പുഡിങ് അല്ല ഒരു ബേസ് ഉണ്ട്. അങ്ങനെ പറ്റും ന്യൂട്ടൽ ആൻഡ് പിസ്ത ക്രീമാണ്. ന്യൂട്ടൽ എന്തായാലും കൊള്ളാം. ആ ന്യൂട്ടലിൻ്റെ ഫ്ലേവർ നല്ല പോലെ അറിയുന്നുണ്ട്. പിസ്തയും കൊള്ളാം. കറക്റ്റ് ഫ്ലേവർ അറിയുന്നുണ്ട്. ഗുണാഫയായാലും കറക്റ്റ് പാകമാണ്. അടിയിൽ ആക്ച്വലി പാലാണ്, മിൽക്കാണ്, മിൽക്ക് ബേസാണ്. മിൽക്ക് കഴിക്കൂല, ഇഷ്ടമല്ല. ലാക്ടോസ് ടോളറൻസ് ഉണ്ട്. പക്ഷേ ഇത് ആ മിൽക്കിൻ്റെ ഫ്ലേവർ വരുന്നില്ല. ഫ്രൈഡ് ഗുണാഫ, പിന്നെ മുകളിൽ ന്യൂട്ടല്ല, പിന്നെ പിസ്ത. ഏനുണ്ടാ കൊള്ളാം ഗൈസ്. നല്ല ഡെസേർട്ടാണ്. ചുമ്മാ കഴിക്കാൻ കൊള്ളാം. ഒരുപാട് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര മധുരമാണ്. കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല. റേറ്റുമാണ് 350 ആണ് ഇപ്പോൾ ഈ സാധനത്തിന് ഇവിടെ ഒരു റേറ്റ് ചാർജ് ചെയ്യണം. അതുപോലെ മിനിമം റേറ്റ് 290 250 അതിന് മുകളിലാണ്. അപ്പോൾ നല്ല റേറ്റ് ഉണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചുള്ളപ്പോൾ കഴിക്കാൻ നല്ലതാണ്. ഒറ്റയ്ക്ക് വാങ്ങിച്ചാൽ ഇത്ര നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, കാരണം നല്ല മധുരമാണ്. ഇത്ര ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. നല്ല മധുരം ഒറ്റയ്ക്ക് എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല. ഒരു 3 പേര് എന്തായാലും വേണം. ഇത്ര മധുരം കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരത്തില്ല, ഒരു മടുപ്പ് വരും. ഓൾറെഡി ലോഡഡ് ഫ്രൈസ് ഉണ്ട്, ചിക്കൻ ലോഡഡ് ഫ്രൈസ്. ഇതാണ് സാധനം. ഇത് ഫുള്ളും ഇത് ഹാഫുമാണ്. നമ്മൾ ടേസ്റ്റ് ഐസ് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. റേറ്റ് മാറിയിട്ടുണ്ട്. ഗ്യാസിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞ കാരണം 130 ഇരുന്ന ഫുള്ള് ഇപ്പം 230 ₹100 കൂടിയിട്ടുണ്ട്. ചിക്കൻ്റെ റേറ്റും കൂടിയത് കാരണം ഫുഡിനൊക്കെ നല്ല റേറ്റ് കൂടി. ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ടേസ്റ്റ് വളരെ പക്ഷേ ഇനി അധികം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഈ ഫ്രൈഡ് ചിക്കനും അതിൻ്റെ കൂടെ സോക്കായ ഫ്രൈസും പിന്നെ ഹാലപ്പീസും നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവും പുളിയും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എനിക്കിഷ്ടമല്ല അവിടെ ഫ്രൈസ്. ലോഡഡ് ഫ്രൈസും ഐസ് ടീ കയറുന്നത് 80 രൂപയാണ്. 50 രൂപയ്ക്ക് കൊണ്ട് വെച്ചാൽ 40 രൂപയാണ്. ഇപ്പം 80 രൂപയായി. 50 40 രൂപയാണ്. ഇപ്പം 50 രൂപയായി. ഇതിൻ്റെ റേറ്റ് കൂട്ടിയെന്ന് അറിയാൻ പാടില്ല. ഇത് നോർമലാണ്. പിന്നെ എക്സ്ട്രാ ഒന്നും പറയില്ല, നോർമൽ സാധനം. ആവശ്യമില്ല, പക്ഷെ എന്തിനും റേറ്റ് കൂട്ടിയെന്ന് പറയാം. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. ഡേ 1 ഇവിടെ അവസാനിച്ചിരുന്ന് ഇനി റൂമിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. അതിനെ പ്ലാൻ. നാളെ രാവിലെ എണീക്കണം, കോഴിക്കോട് പോകണം. സോ ഡേ 1 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത നാളെ കാണാൻ ബാക്കി. ഓക്കെ.